الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وجاهدوا في الله حق جهاده هو اجتباكم وما جعل عليكم في الدين من حرج ملة أبيكم إبراهيم. صدق الله مولانا العظيم. كل عين باكية يوم القيامة إلا عينا بكت من خشية الله وعينا باتت تحرس في سبيل الله. قال رسول الله. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു അവൻ്റെ ഖൈറുൽ ബറകാത്തുകൾ നമുക്കൊക്കെ ചൊരിഞ്ഞു നൽകട്ടെ. നമ്മുടെ മേഖലകളിൽ, ജീവിത വിഷയങ്ങളിലൊക്കെ അല്ലാഹു ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. ഒരു വ്യക്തി സ്വന്തമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മറ്റവൻ്റെ അരികിലുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ട വിഷയങ്ങളും ഒക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെയായി ഹദ്ദാദ് തങ്ങളുടെ ഉപദേശമായി കേട്ടത്. ഇനി മഹാനവറുകൾ ഉണർത്തുന്ന ഒരു കാര്യം, നമ്മളെല്ലാവരും കൂടി എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും നാട്ടുകാരും നമ്മുടെ സമുദായം എല്ലാവരും കൂടി ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. അതെന്താണ്? അത് ഇസ്ലാം ദീൻ എന്ന് പറയുന്ന പ്രത്യയ ശാസ്ത്രം അതിവിടെ വളരാനും നിലനിൽക്കാനും വളരാനും പ്രശോഭിതമാകാനും ആവശ്യമായിട്ടുള്ള കൂട്ടായ പ്രവർത്തനം ചെയ്യണം. അതിന് പറയുന്ന പേരാണ് ജിഹാദ് എന്ന് പറയുന്നത്. ഇസ്ലാം ദീൻ ആകർഷകമായ രൂപത്തിൽ അതിനെ പ്രബോധനം ചെയ്യപ്പെടണം. ഇസ്ലാം ദീനിന്റെ ആശയത്തിന്റെ സൗന്ദര്യം കണ്ട് ആളുകൾ അതിലേക്ക് വരണം. അതിനുതകുന്ന വിധത്തിൽ നമ്മുടെ സാമൂഹിക ജീവിതം മാറണം. അതിന് ജിഹാദ് എന്ന് പറയും. ആ ജിഹാദാണ് നമ്മുടെ മേലിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം. പരിശുദ്ധ ഖുർആൻ പറയുന്നു, വജാഹിദു ഫില്ലാഹ്, അല്ലാഹുവിന്റെ വഴിയിൽ നിങ്ങൾ ജിഹാദ് നടത്തണം. ഹഖ്ഖ ജിഹാദി, ജിഹാദ് നടത്തേണ്ടതുപോലെ. എന്താ ഈ ജിഹാദ് എന്ന് പറഞ്ഞാൽ? ജിഹാദിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതിലൊന്ന് ധർമ്മസമരം എന്നുള്ളതാണ്. രണ്ട്, കഠിനാധ്വാനം ചെയ്യുക എന്നുള്ളതാണ്. കഠിനാധ്വാനം ചെയ്യുക, ശക്തമായി പ്രവർത്തിക്കുക. പിന്നെ ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സമരം ചെയ്യേണ്ടി വരും. ആ സമരത്തിന് ജിഹാദ്. ചിലപ്പോൾ ആയുധമെടുത്ത് പോരാടേണ്ടി വരും, അടർക്കളം തീർക്കേണ്ടി വരും. ആ പ്രവർത്തനത്തിനും ജിഹാദ് എന്ന് പറയും. യുദ്ധം, അതിന് ജിഹാദ് എന്ന് പറയും. ഊർജിതമായി പരിശ്രമിക്കുന്ന അതിനും എന്ത് പറയും? ജിഹാദ് എന്ന് പറയും. ഒരു വിദ്യാർത്ഥി പഠിച്ച് മാർക്ക് വാങ്ങണം, ഉന്നത ഉയർച്ചയിലേക്ക് എത്തണം. അതിനു വേണ്ടിയിട്ട് ഉറക്കമൊഴിച്ചും സമയം ചെലവഴിച്ചും മറ്റെല്ലാം മാറ്റിവെച്ചും ഊർജിതമായ പരിശ്രമം. SSLC ജയിക്കാൻ വേണ്ടി, +2 ജയിക്കാൻ വേണ്ടി, അങ്ങനെ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് ഈ പരിശ്രമങ്ങൾക്ക്, കഠിനമായ അധ്വാനങ്ങൾക്ക് എല്ലാം എന്തെന്ന് പറയും? ജിഹാദ്, ജിഹാദ് എന്ന് പറയും. അപ്പോൾ ഒരുപാട് അർത്ഥങ്ങളുള്ള, ആശയവ്യാപ്തിയുള്ള ഒരു ചുരുക്ക അറബി വാക്കാണ് ജിഹാദ് എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് ആ ജിഹാദ് എന്നുള്ള പേരും വെച്ച് മുസ്ലിം സമൂഹത്തെ മോശമായി ചിത്രീകരിക്കാനുള്ള ഗൂഢശ്രമവും ഈ ജിഹാദിനെ തെറ്റിദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് തന്നെയും അങ്ങനത്തെ ഒരു തെറ്റായ ധാരണ തോന്നിപ്പോയി. ജിഹാദ് എന്ന് പറഞ്ഞാൽ, നമ്മളെ ഇസ്ലാമിൽ പറയുന്ന ജിഹാദ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? മറ്റുള്ളവരെ കൊന്നൊടുക്കുന്നതോ നശിപ്പിക്കുന്നതോ ആണ് എന്ന് തോന്നിപ്പോയി. വാസ്തവത്തിൽ നമ്മൾ ജിഹാദ് വേണ്ടതുപോലെ ചെയ്യാത്തത് കൊണ്ടാണ്. വജാഹിദു ഫില്ലാഹി ഹഖ്ഖ ജിഹാദി, ജിഹാദ് ചെയ്യേണ്ടതുപോലെ നിങ്ങൾ ജിഹാദ് ചെയ്യണം. അല്ലാഹു നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. സൂറത്തുൽ ഹജ്ജിന്റെ
78ാമത്തെ സൂക്തമാണ്. അള്ളാഹു നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്ത വിഭാഗം ആളുകളാണ്. ആ നിലക്ക് നിങ്ങൾക്ക് പവറുണ്ട്, അന്തസ്സുണ്ട്, ബഹുമാനമുണ്ട്, എല്ലാ ഔന്നത്യമുണ്ട്. മില്ലത അബീക്കും ഇബ്രാഹിം. ഇതേതാണ് നമ്മൾ ഈ പറഞ്ഞു പോരുന്ന പ്രവർത്തിച്ചു വരുന്ന സരണി എന്നറിയോ? അത് പവിത്രമാണ്. അത് നിങ്ങളുടെയൊക്കെ പിതാമഹനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സരണിയാണ്. ഇബ്രാഹിമി സരണിയിൽ ഒരാൾക്കും ആക്ഷേപമില്ല. ഇബ്രാഹിമി സരണിയെ കുറിച്ച് ഒരാൾക്കും അധിക്ഷേപമോ അതിനോടുള്ള വിരോധമോ ഇല്ല. ഇപ്പോ ജൂതരും ക്രിസ്ത്യാനികളും ഒക്കെ ആയിട്ട് പല മതവിഭാഗമായി മാറിയെങ്കിലും ജൂതന്മാരും ആദരവോടുകൂടി കാണുകയാണ് ആരെ? ഇബ്രാഹിം നബിയെ. ക്രിസ്ത്യാനികളും കാണുകയാണ് ആദരവോടുകൂടി ആരെ? ഇബ്രാഹിം നബിയെ. ഇന്നിപ്പോ അൽ ഖലീൽ, പലസ്തീനിലെ അൽ ഖലീൽ, ആ ഗ്രാമത്തിലെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തേക്ക് ഈ പറയപ്പെട്ട ജൂതന്മാർക്ക് പ്രത്യേകം കടന്നു വരാനുള്ള ദിവസം അനുവദിക്കപ്പെട്ടിരിക്കുകയാണ്. ക്രിസ്ത്യാനികൾ പറയുന്നത് അവരുടേതാണ്, അവർക്കുള്ള ആളാണ്. മുസ്ലിങ്ങളും ഇബ്രാഹിമി സരണി ആർക്കും ഒരു അധിക്ഷേപിക്കാനോ കുറ്റം പറയാനോ അത്രയും പവിത്രമായ സരണിയാണ്. ആ സരണിയെ അതേപടി പിന്തുടരുന്ന ഒരു വിഭാഗം ഏതാണെന്ന് വെച്ചാൽ മുഹമ്മദീയരാണ്. അതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, മില്ലത അബീക്കും ഇബ്രാഹിം. നിങ്ങളുടെ പിതാമഹനായ ഖലീലുല്ലാഹിയുടെ ഇബ്രാഹിം നബിയുടെ സരണിയാണ്. അതുകൊണ്ട് നിങ്ങൾ അത് മുറുകെ പിടിച്ച് അതിനനുസരിച്ച് നല്ല നിലക്ക് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെടുന്ന വിധം, ഇസ്ലാം ഇവിടെ നിലനിൽക്കാൻ ആവശ്യമായ വിധം സാമൂഹികമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ജിഹാദ് എന്ന് പറയുന്നത്. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിന്റെ ദൂതൻ എന്ന് പറഞ്ഞു, അവ്വലുൽ ജിഹാദി അദ്ദഅവതു ഇലൽ ഇസ്ലാം. ജിഹാദിന്റെ ആദ്യ പാർട്ടുണ്ട്. അതെന്താ? ആളുകളെ ഇസ്ലാമിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ്. സുമ്മൽ ഖിതാലു ബിസൈഫ്. പിന്നെ ഒരുപക്ഷെ വേണ്ടി വന്നേക്കാം ഒരു ചെറുത്തുനിൽപ്പോ പ്രതിരോധമോ. ആ സമയത്ത് മാത്രമേ എന്താവുള്ളൂ ആയുധമെടുത്ത് പോരാടേണ്ടി വരുന്നു. അങ്ങനെയാണ് ബദറും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അത് ഇതിന്റെ രണ്ടാമത്തെ പാർട്ടാണ്. അപ്പൊ വാസ്തവത്തിൽ ആദ്യത്തെ പാർട്ട് തന്നെ ശരിയായ രൂപത്തിൽ പോകുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലല്ലോ. ഇന്ത്യ രാജ്യത്ത് ഇസ്ലാം മതം പ്രചരിച്ചു. എങ്ങനെ? ആ വന്ന തിരുനബിയുടെ സഹാബികൾ, അവരുടെ പെരുമാറ്റം, അവരുടെ സ്വഭാവം, അവരുടെ പ്രവർത്തന രീതി, അവർ പുലർത്തിയ സത്യസന്ധത, അവർ ഉൾക്കൊണ്ടിട്ടുള്ള നീതി, ഇതെല്ലാം കൂടി കണ്ടിട്ടാണ് ആളുകൾ എന്ത് ചെയ്തത്? അതിലേക്ക് അങ്ങോട്ട് ആകർഷിച്ചത്. ഇസ്ലാമിന്റെ സമസ്ത സുന്ദരമായ ആശയത്തെ എല്ലാവരും ഉൾക്കൊണ്ടു എന്നുള്ളതാണ്. അതാണ് ഇത്രയും രൂപപ്പെട്ടിട്ടുള്ളത്. എന്നല്ലാതെ ആയുധ പോരാട്ടത്തിലൂടെയോ ഭീഷണിപ്പെടുത്തിയിട്ടോ ഒന്നുമല്ല. ഇസ്ലാമിനെ ശരിയായ രൂപത്തിൽ പ്രവർത്തിച്ച് കാണിച്ചപ്പോ എല്ലാവരും അതിലേക്ക് ആകർഷകരായി. അപ്പൊ ആ നിലക്ക് എല്ലാവരും ഇസ്ലാമിലേക്ക് മറ്റുള്ളവർക്ക് ബഹുമാനം തോന്നുന്ന, ആകർഷണം തോന്നുന്ന വിധത്തിൽ നമ്മൾ ഇസ്ലാമിനെ ശരിയായ രൂപത്തിൽ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുക. അതാണ് ജിഹാദ്. ആ ജിഹാദ് നമ്മുടെ ഒക്കെ ബാധ്യതയാണ്. ഓരോ വ്യക്തിയും കുടുംബവും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അവരുടെ പെരുമാറ്റ സ്വഭാവങ്ങൾ എല്ലാം ഇസ്ലാമിനെ ഇവിടെ നിലനിർത്താനും വളർത്താനും പങ്കുവഹിക്കുന്ന ഘടകങ്ങളാണ്. ഞാനൊരു വ്യക്തിയല്ലേ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഒരു വ്യക്തിയാണെങ്കിലും കുടുംബമാണെങ്കിലും അവരിൽ നിന്നുണ്ടാകുന്ന പെരുമാറ്റം, പ്രവർത്തനം, ഇതെല്ലാം ഇസ്ലാം ഇവിടെ നിലനിൽക്കുന്നതിലും വളർത്തുന്നതിലും പങ്കുവഹിക്കുന്ന ഘടകങ്ങളാണ്. പക്ഷേ ഇന്നത്തെ സാമൂഹികമായ അവസ്ഥ ഇസ്ലാമിനെ പുച്ഛിച്ച് തള്ളാൻ, ഇസ്ലാമിനോട് അങ്ങേറ്റത്തെ ശത്രുത പുലർത്താൻ, മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ തന്നെ വെറുപ്പ് ഉളവാകുന്നതുമായ വിധത്തിലാണ് ഇന്ന് നമ്മുടെയൊക്കെ പ്രവർത്തനമായി പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും കോലാഹലം. ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാം വളരെ നല്ല മതം, പക്ഷേ ഈ മുസ്ലിം എവിടെ, ശരിയായ മുസ്ലിം എവിടെ എന്ന് ചോദിച്ചിരുന്നു. ഇസ്ലാം വളരെ നല്ല പ്രത്യയശാസ്ത്ര, പക്ഷെ അതുപോലെ പ്രവർത്തിക്കാൻ, ചെയ്യാൻ, കാണിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. അവിടെയാണ് പരാജയം. ഒരു വ്യക്തി കളവ് നടത്തിയാൽ, അല്ലെങ്കിൽ ഒരു വ്യക്തി കുറച്ച് വ്യക്തികൾ കൂടിയിട്ട് കൂട്ടമായിട്ട് കളവ് നടത്തിയാൽ, ആ കളവ് എന്ന് പറയുന്ന മോശത്തരം അയാളെ മാത്രമോ ആ കൂട്ടത്തെ മാത്രമോ അല്ല ബാധിക്കുക, ഇസ്ലാമിനെ കൂടി ബാധിക്കും.
എന്തെല്ലാം തോന്നിവാസങ്ങൾ, അക്രമങ്ങൾ, വർഗീയ പ്രവർത്തനങ്ങൾ, സ്വർണ്ണക്കടത്ത് പോലെയുള്ള രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ, മയക്കുമരുന്നിന്റെ ഏർപ്പാടുകൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഇസ്ലാം നിഷിദ്ധമാക്കിയ മദ്യം, അതിന്റെ ബിസിനസ് ചെയ്യുന്നവർ, അത് കുടിക്കുന്നവർ, അതുപോലെ ഇസ്ലാം വിലക്കിയിട്ടുള്ള വ്യഭിചാരങ്ങൾ, അതിന്റെ പിന്നാലെ പോകുന്നവർ, ഇങ്ങനെയൊക്കെ ആയിട്ട് വളരെ മോശം. പക്ഷെ പുറത്തുള്ള ആളുകൾ ഇസ്ലാമിനെ കണ്ടിരുന്നു എന്താ? വളരെ ശുദ്ധമായ മതം, തോന്നിവാസങ്ങളില്ലാത്ത, തെറ്റും കുറ്റവും ഇല്ലാത്ത മതമായിട്ട് കണ്ടിരുന്നു. സ്ത്രീകളെ പ്രത്യേകം അച്ചടക്കത്തോടുകൂടെ അവരുടെ പവിത്രത പൂർണ്ണമായി കാത്തുസൂക്ഷിക്കപ്പെടുന്ന രൂപത്തിൽ ശരീരമൊക്കെ മറച്ച് ആ രൂപത്തിലാണ് മുസ്ലിമീങ്ങൾ ഇസ്ലാം ജനങ്ങളെ വിഭാവനം ചെയ്ത സ്ത്രീ സുരക്ഷ എന്നുവരെ ഇപ്പോഴും അഭിപ്രായം. പക്ഷേ ഇന്നിപ്പോ മുസ്ലിംകൾ എന്താണ്, ഒരു തട്ടം പേരും ഇങ്ങനെ ഇടും, എല്ലാ തോന്നിയാസം വിളിച്ചു പറയും. സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടോ, എല്ലാവരും മുസ്ലിങ്ങളാണ്. ഞാൻ മുസ്ലിമാന്ന് പറഞ്ഞിട്ട് ഇസ്ലാമുമായിട്ട് ഒരു ബന്ധമില്ലാത്ത, എന്നാൽ ഇസ്ലാം കഠിനമായി വിലക്കിയ, വിരോധിച്ച അച്ചടക്ക രാഹിത്യങ്ങളും അക്രമ പ്രവർത്തനങ്ങളും തോന്നിവാസങ്ങളും ഒക്കെ അരങ്ങതായിരുന്നു. ഒരു പെണ്ണിന്റെ സ്വകാര്യ ജീവിതം പോലും സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ എന്ത് പറയാനാണ്? ഇതൊക്കെ വാസ്തവത്തിൽ പരിക്കേൽപ്പിക്കുന്നത് ഇസ്ലാമിനാണ്. ഇത് ചെയ്യാൻ പാടില്ല. അത് എല്ലാവരും ശ്രദ്ധിക്കണം. സമൂഹം ഒറ്റക്കെട്ടായി ഇസ്ലാമിന്റെ സൗന്ദര്യം ഇവിടെ നിലനിർത്തി ഇസ്ലാം ആകർഷകമായി നിലനിന്ന് വരാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടണം. അതിനാണ് ജിഹാദ് എന്ന് പറയുന്നത്. ഇതിനു വേണ്ടി കൂട്ടമായ പരിശ്രമം, സമൂഹത്തെ പറയിപ്പിക്കുന്ന ഒരു കാര്യം അവിടെ ഉണ്ടായാൽ അതിനെ ഇല്ലായ്മ ചെയ്ത് അതിനു വേണ്ടിയിട്ട് നമ്മൾ അധ്വാനിക്കണം, കഠിനാധ്വാനം ചെയ്യണം. ദീനിന് പരിക്ക് പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണം. നോക്കൂ, നിങ്ങൾ തിരുനബി പറഞ്ഞു, കുല്ലു ഐനിൻ ബാക്കിയത്തും യൗമൽ ഖിയാമ നാളിൽ എല്ലാ കണ്ണും കരയും. ഇല്ല ഐനായി, പക്ഷേ ഒരു കണ്ണൊഴിയാൻ അത് കരയില്ല, കരയേണ്ടി വരില്ല. ഏതാണ് ആ കണ്ണ്? ബക്കത്ത് മിൻ ഖശിയത്തില്ല. ദുനിയാവിൽ ജീവിക്കുമ്പോ അള്ളാഹുവിനെ പേടിച്ചിട്ട് കരഞ്ഞ കണ്ണ് നാളെ ഖിയാമത്ത് നാളിൽ കരയേണ്ടി വരൂല. രണ്ടാമതൊരു കണ്ണുകൂടിയുണ്ട്, അതും നാളെ പരലോകത്ത് കരയേണ്ടി വരൂല. ഏതാണ് ആ കണ്ണ്? അള്ളാഹുവിന്റെ ഈ ദീനിനു പരിക്കു പറ്റാതിരിക്കാൻ, അതിവിടെ നിലനിൽക്കാൻ, അത് വളരാൻ ആവശ്യമായ രൂപത്തിൽ ഉറക്കമൊഴിച്ച കണ്ണ്. ദീനിന് പരിക്കേൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉറക്കൊഴിച്ച കണ്ണ്. ദീന് ചീത്തപ്പേരുണ്ടാകരുത്, ദീനിവിടെ നിലനിൽക്കണം, അതിന് വേണ്ടിയിട്ട് അധ്വാനിച്ചു ഉറക്കൊഴിച്ച കണ്ണ് നാളെ പരലോകത്ത് കരയേണ്ടി വരൂല. അല്ലാത്ത എല്ലാ കണ്ണും നാളെ പരലോകത്ത് കരയും എന്ന് മുഹമ്മദ് മുസ്തഫ. നമ്മൾ നല്ലോണം ആലോചിക്കാം, നമ്മുടെ സമൂഹത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് ചിന്തിക്കാം. അതുകൊണ്ട് ഞാൻ ഒരുത്തനല്ലേ തെറ്റ് ചെയ്യുന്നുള്ളൂ വിചാരിക്കരുത്. നമ്മളൊരു തെറ്റ് പുറത്തു വരുമ്പോൾ അത് ഇസ്ലാമിനെ കൂടി മോശപ്പെടുത്തുന്നതാണ്. അപ്പം അതുകൊണ്ട് സാമൂഹികമായ ദ്രോഹങ്ങളിൽ നിന്ന്, അനാവശ്യങ്ങളിൽ നിന്ന് സമൂഹം പൂർണ്ണമായി വിട്ടു നിൽക്കണം. അതിനാണ് ജിഹാദ് എന്ന് പറയുക. യഥാർത്ഥത്തിൽ അല്ലാഹു ആ ജിഹാദികളാക്കി നമ്മളെ മാറ്റിത്തരട്ടെ. നല്ല നിൽക്കുന്ന ഇസ്ലാമിനെ വിഭാവനം ചെയ്യുന്ന, ഇസ്ലാം പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുന്ന സ്വഹാബത്തിന്റെ മാതൃക പൂർണ്ണമായി പിൻപറ്റുന്ന നല്ലവരാക്കി തരട്ടെ. അല്ലാഹുവേ, നീ ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാനെ. നിങ്ങളുടെ പ്രവൃത്തികൾ നന്നാക്കി തരണം റഹ്മാനെ. ദുനിയാവിൽ ആഖിറവും വിജയിപ്പിച്ചിരണം റഹ്മാനെ. രാജ്യത്തെ സമാധാനവും സൗഹൃദവും സ്നേഹവും നിലനിർത്തി തരണം റഹ്മാനെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.